യുദ്ധത്തിനെതിരെ അമേരിക്കയിലും യൂറോപ്പിലും രോഷം പടരുകയാണ്. യുദ്ധവിരുദ്ധ പ്രകടനങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ വലതുപക്ഷ ഫോക്സ് ന്യൂസ് അടക്കം ശ്രദ്ധിച്ചു തുടങ്ങി. The first anniversary of the war in Ukraine is coming up next week. The United States government under Joe Biden has been funding that war. It would have ended without the Biden administration. So a massive demonstration is planned on Sunday in Washington, D.C. It starts at 12:30 p.m. at the Lincoln Memorial. Probably haven't seen this on other channels. The message is very simple. It's nonviolent. It's reasonable. It's straightforward. Stop funding the war in Ukraine. ഫോക്സിന്റെ യുദ്ധവിരോധം ബൈഡൻ വിരോധത്തിൽ ഒതുങ്ങും എന്ന് മാത്രം. പക്ഷേ യുദ്ധവിരുദ്ധ പ്രകടനങ്ങൾ അവഗണിക്കാൻ പറ്റാത്തത്ര ശക്തമായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞയാഴ്ചത്തെ വൈറ്റ് ഹൗസ് മാർച്ച്. നോർഡ് സ്ട്രീം പൈപ്പ് തകർത്ത യുദ്ധക്കുറ്റത്തിനെതിരെ മുദ്രാവാക്യങ്ങൾ. ഫ്രാൻസിലെ പ്രകടനം. ഇത് ജർമ്മനിയിൽ തന്നെ മ്യൂണിക്കിൽ 1,00,000 പേരുടെ പ്രകടനം. ലണ്ടനിൽ ഈ ആഴ്ച വൻ പ്രകടനം നടക്കുകയാണ്. യുദ്ധത്തിനും യുദ്ധ വ്യവസായത്തിനുമെതിരിലാണ് പ്രകടനങ്ങൾ. കാരണം യുദ്ധം അസ്ഥിരത സൃഷ്ടിക്കുന്നു, ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കുന്നു, നിരപരാധികളെ കൊടും യാതനയിൽ തള്ളുന്നു, സമാധാനാന്തരീക്ഷം തകർത്ത് സർവനാശത്തിന് വഴിയൊരുക്കുന്നു. യുദ്ധവ്യവസായികൾക്ക് മാത്രം ലാഭം, ചില രാഷ്ട്രീയക്കാർക്കും. യുദ്ധവിരുദ്ധ വികാരം ശക്തിപ്പെട്ടത് യൂറോപ്പിനെ യുദ്ധം ബാധിച്ചതുകൊണ്ടാവാം. 20 വർഷം മുൻപ് ഇറാഖ് യുദ്ധത്തിന് അമേരിക്ക കോപ്പ് കൂട്ടുമ്പോഴാണ് ഇതിനു മുൻപ് ഇത്ര ശക്തമായി യുദ്ധവിരോധം പടർന്നത്. ഇത് അന്ന് ബ്രിട്ടനിൽ നടന്ന കൂറ്റൻ പ്രകടനമാണ്. ഇതൊന്നും പക്ഷേ യുദ്ധഭ്രാന്തന്മാരെ പിന്തിരിപ്പിച്ചില്ല എന്നത് മറ്റൊരു കാര്യം. ഇരയാക്കപ്പെട്ട മനുഷ്യർ, ആയുധ കമ്പനികൾക്ക് ലാഭം, കരാറുകാർക്ക് ലാഭം. They got the wrong equipment, ordered the wrong stuff, computers still in boxes, new vehicles. They'd push them out in what they called burn pits. യുദ്ധം ഇവർക്കെല്ലാം ലാഭ കച്ചവടം, പാവം മനുഷ്യർക്ക് സർവനഷ്ടം. വിവിധ രാജ്യങ്ങളിലായി അമേരിക്കൻ സേന ബോംബിട്ട് തകർത്ത ആശുപത്രികളുടെ പട്ടികയാണിത്. ഈ ദുരിതങ്ങൾ യൂറോപ്പിലും എത്തുന്നല്ലോ എന്ന ആധിയാണ് ഇപ്പോഴത്തെ യുദ്ധവിരോധത്തിന് പിന്നിൽ. മുൻപ് ഇറാഖ് യുദ്ധകാലത്ത് മുൻതദർ സെയ്ദി എന്ന പത്രപ്രവർത്തകൻ US പ്രസിഡന്റ് ബുഷിന് നേരെ ഷൂ എറിഞ്ഞത് ഏറെ ആഘോഷിക്കപ്പെട്ടിരുന്നു. ഇന്ന് അമേരിക്കയിൽ ആക്ടിവിസ്റ്റുകൾ ജോ ബൈഡനെ നേരിട്ട് ശകാരിക്കുന്നു. I hate to bother you. We need to end this war in Ukraine. We need to push negotiations. I hate to bother you, but people are dying. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് ആദ്യം യുക്രൈന് നൽകില്ലെന്ന് പറഞ്ഞ പടക്കോപ്പെല്ലാം പിന്നീട് അമേരിക്ക കൊടുത്തു. ഈ കാപട്യവും വാർത്താ സമ്മേളനങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അമേരിക്ക നോർഡ് സ്ട്രീം പൈപ്പ് തകർത്തു എന്ന സീമോർ ഹെർഷിന്റെ വെളിപ്പെടുത്തൽ ശക്തമായ ആയുധമാക്കുന്നു ഹോസെ വേഗ എന്ന പത്രപ്രവർത്തകൻ. ഒരു പ്രാദേശിക യോഗത്തിൽ ജനപ്രതിനിധിയോട് അദ്ദേഹം ചോദിക്കുന്നു, Cy Hirsch just released the fact that the United States blew up the Nord Stream 2 pipeline. You weren't briefed on that. Why not? Are you going to put a congressional probe into that? Yes or no? Because this ain't no ordinary journalist. You know that. I want to hear what he has to say. Nord Stream is a pipeline that transfers oil from Europe, particularly Germany. From Russia to Germany. പൈപ്പ് ലൈൻ അവിടെയാണ്, ഞങ്ങളെങ്ങനെ അന്വേഷിക്കും എന്നായിരുന്നു ആദ്യം അധികൃതരുടെ മറുപടി. പിന്നെ പറഞ്ഞു യൂറോപ്യർ അന്വേഷിക്കുന്നുണ്ട്, അതുകൊണ്ട് അമേരിക്ക അന്വേഷിക്കേണ്ടതില്ല എന്ന്. The Europeans are conducting an investigation. They investigated. And it is true. Why did Joe Biden say that we are going to get rid of the Nord Stream pipeline? And when asked, but wait a minute, that's run by Gazprom. അമേരിക്കയുടെ പങ്കിന് തെളിവുണ്ടോ എന്നായി ഉദ്യോഗസ്ഥന്റെ അടുത്ത ചോദ്യം. തെളിവൊക്കെ സീമൂർ ഹെർഷ് വിശദമായി നൽകിയിട്ടുണ്ടെന്ന് ഹോസെ വേഗ. This is Cy Hirsch. This is the My Lai massacre. Okay, this is a Pulitzer Prize-winning journalist. He is not going to publish something he can't prove. So unless you're naive enough and you don't know that,
I'm here to inform you. I'm at least asking for congressional inquiry into whether or not it's true, because his credibility alone should prompt that, don't you think? മറുപടി പറയാനാകാതെ ഉദ്യോഗസ്ഥൻ വിഷമിച്ചു. ഇത് ഫെബ്രുവരി 19. ഫെബ്രുവരി 23 ഇതേ പത്രപ്രവർത്തകൻ ഭരണകക്ഷി നേതാവ് ഹക്കീം ജഫ്രീസിന്റെ വാർത്താ സമ്മേളനത്തിന് എത്തുന്നു. ചോദ്യമുയർത്തുന്നു. പൈപ്പ് ലൈൻ തകർത്തത് അമേരിക്കയാണ് എന്ന റിപ്പോർട്ടിന്മേൽ അന്വേഷണമില്ലേ? The UN Security Council had a meeting yesterday, and Ray McGovern spoke to it. He is a former member of the CIA, and he testified in support of Seymour Hersh's article on the United States bombing Nord Stream pipeline. ഞങ്ങൾക്ക് വിവരമില്ല എന്ന് പറഞ്ഞ് ഹക്കീം ജഫ്രീസ് ഒഴിഞ്ഞു മാറുമ്പോൾ താങ്കൾ പറയുന്നത് അസംബന്ധമെന്ന് പത്രലേഖകൻ. ചോദ്യത്തിന് ഉത്തരം വേണം. Happening right now. That does not silence me. You can hear me right now. I want you to say something about the bombing, because we're all going to die from a nuclear war right now unless you stop it and you at least put and inquire into whether or not it's true. This war in Ukraine is going to leave us all dead. So what are you going to do? Because you need to inquire. പത്രലേഖകൻ ഹോസെ വേഗ വിടാൻ ഭാവമില്ല. വാക്ക് തർക്കമായി സെക്യൂരിറ്റിക്കാരൻ വന്നു. We need peace talks. You are leaving. Listen. Did you even read the allegations? It's a no. battle between how about accountability? And propaganda. Not airheadedness. And it's a battle between tyranny and freedom. And democracy, how about truth, and freedom will prevail. And the United States is going to help make sure that happens. പുറത്താക്കപ്പെടും വരെ അദ്ദേഹം ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു. യുദ്ധത്തിനെതിരെ സമാധാനത്തിനു വേണ്ടി സാധാരണക്കാർ രംഗത്തിറങ്ങുമ്പോൾ ഇത്തരം മാധ്യമപ്രവർത്തകർ അത് റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അതിന് പിന്തുണയും ചിലപ്പോൾ നേതൃത്വവും കൊടുക്കുകയാണ്. പക്ഷേ വലിയൊരു ന്യൂനത ഇതിലുണ്ട്. യുക്രൈൻ യുദ്ധത്തിനെതിരെ മാത്രമല്ല, യുദ്ധ വ്യവസായത്തിനെതിരെയാണ് എന്നാണല്ലോ അവർ പറയുന്നത്. പക്ഷേ ഫലസ്തീനെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധവും ഹിംസയും ഇവരുടെ ശ്രദ്ധയിലില്ല. യുദ്ധക്കുറ്റങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തുന്ന ഭീകര രാഷ്ട്രത്തെ അവർ കാണുന്നില്ല. അമേരിക്കൻ ആയുധ കച്ചവടക്കാരും സർക്കാരും ഇസ്രായേലിന് നൽകുന്ന പിന്തുണ വിഷയമാകുന്നില്ല. കഴിഞ്ഞ ദിവസം പോലും 10 മനുഷ്യരെ വെറുതെ കൊന്നതിൻ്റെ റിപ്പോർട്ട് വരെ BBC-ക്ക് നേരായി എഴുതാനാകുന്നില്ല. യൂറോപ്പിൻ്റെ രോഷമെല്ലാം യൂറോപ്പിൻ്റെ മാത്രം കാര്യത്തിലാണ്. അമേരിക്ക യുക്രൈനിൽ ആയുധങ്ങൾക്ക് ചെലവിടുന്നതിൻ്റെ കണക്ക് യുദ്ധവിരുദ്ധ ആക്ടിവിസ്റ്റുകൾ പറയുന്നുണ്ട്. We have no savings. The US is sending an additional $1 billion in weapons and aid to Ukraine. The CEO of the Coalition for the Homeless of Central Florida tells me this is a scary trend. Pentagon announcing today it's sending a new $450 million military package to Ukraine. Tonight we are going in depth on the issue of homelessness, of course, a growing problem here in Colorado. The U.S. sending an additional $400 million in military aid. ഇതേ അമേരിക്ക ഇസ്രായേലിന് പണമായും ആയുധമായും നൽകുന്നതോ? $4,000 കോടി 10 വർഷത്തേക്ക്. പ്രതിദിന സഹായം $1,05,00,000. ഈ കണക്ക് ആരെയും അസ്വസ്ഥരാക്കാത്തതെന്ത്? യുക്രൈൻ മാത്രമാണോ വിഷയം? You know, we have to remember that since February 2022, you've seen $113 billion in aid sent to Ukraine, and almost the majority of that being specifically allocated for military expenditures. ഇസ്രായേൽ നടത്തുന്നത് യുദ്ധം പോലുമല്ല, അതിലും ഭീകരമായ ഏകപക്ഷീയമായ വംശഹത്യയാണ്. The immediate aftermath of a daytime Israeli raid on the occupied West Bank. With the sound of gunfire still in the air, Palestinians in the city of Nablus bring out the dead. വ്യോമാക്രമണങ്ങൾ. This amateur video appears to show one of those missiles landing. Israel launched the strikes after several rockets were fired from Gaza into Israel just a few hours ago. യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങൾ പോലും ഇത് പാടെ അവഗണിക്കുന്നു. വല്ലപ്പോഴും പ്രാദേശിക ജേർണലിസ്റ്റുകൾ ഓർമ്മപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നു. സിറിയയിൽ നടക്കുന്ന കശാപ്പിനെ പറ്റി ഇതാ ഇസ്രായേൽ ചാനലിൽ ലൂസി അഹാരിഷ്. ഹീബ്രു വാർത്തയ്ക്കിടെ ഇംഗ്ലീഷിലേക്ക് മാറിയാണ് അവതരണം. קודם בואו נדבר על סוריה, וברשותכם אנחנו נעשה את זה באנגלית כדי שאולי מישהו בעולם ישמע. യുക്രൈനിൽ മാത്രമല്ലല്ലോ ഹിംസയും യുദ്ധവും നടക്കുന്നത്. ഹിംസയ്ക്കെതിരെ ശബ്ദിക്കാം, അനീതിക്കെതിരെ സമരം ചെയ്യാം. പക്ഷെ അത് എല്ലാ ഹിംസക്കും എല്ലാ അനീതിക്കും എതിരെ ആകണം.